മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയെ ഞെട്ടിച്ച ഒരു കൊലപാതക കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെരിന്തൽമണ്ണയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ദീപാകർ മാജി എന്ന ഒരു ബംഗ്ലാദേശ് സ്വദേശി താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹം നാടൻ പണികളൊക്കെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ നാട്ടുകാരനായ മറ്റൊരു വ്യക്തിയും ഫാമിലിയും കുറച്ച് അപ്പുറത്തായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതും നിൽക്കുന്നതൊക്കെ സർവ്വസാധാരണമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇവർ വളരെ അടുപ്പമുള്ള നല്ല സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദീപാകർ മാജിക്ക് ഒരു കുബുദ്ധി തോന്നുന്നത്. ഈ സുഹൃത്തിന്റെ ഭാര്യയുടെ നഗ്ന ചിത്രങ്ങൾ തന്റെ മൊബൈൽ ഉപയോഗിച്ച് പകർത്തി. അതിനുശേഷം പണമായിട്ടും മറ്റു പല കാര്യങ്ങളായിട്ട് ഈ ദീപാകർ മാജി ഈ സുഹൃത്തിനെ സ്ഥിരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നിവർത്തികെട്ട ഈ സുഹൃത്തും ഭാര്യയും അവസാനം ഒരു തീരുമാനത്തിലെത്തി. ദീപാകർ മാജി എന്ന 38 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരനെ കൊല്ലാനായി തീരുമാനിച്ചു. അങ്ങനെ ഈ സുഹൃത്തും ഭാര്യയും കൊല്ലാനായുള്ള വഴികൾ തേടി അലഞ്ഞു. അതിനായി ഈ സുഹൃത്ത് ദിവസവും ഓരോ ഉറക്ക ഗുളിക വീതം വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദീപാകർ മാജിയോട് വളരെ അടുത്ത സൗഹൃദം കാണിച്ചുകൊണ്ട് ഈ ഭാര്യയും സുഹൃത്തും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ദീപാകർ മാജിയോട് വളരെ നല്ല സൗഹൃദം കാണിച്ചുകൊണ്ട് ഈ വാങ്ങിച്ച ഉറക്ക ഗുളികകൾ ആ ഭക്ഷണത്തിൽ കലർത്തുകയാണ്. ഇതൊന്നും ഈ ദീപാകർ മാജി അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം ദീപാകർ മാജി കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തിൽ ഈ സുഹൃത്തും ഭാര്യയും ദീപാകർ മാജിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയാണ്. കഴുത്തു ഞെരിച്ച് കൊന്നതിന് ശേഷം ഈ ദീപാകർ മാജിയുടെ വീട് പൂട്ടി ഇവർ സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറി. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം ദീപാകർ മാജിയുടെ മൃതശരീരത്തിൽ നിന്ന് സ്മെല്ല് വരുന്നതായി അടുത്ത താമസക്കാർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും കൂടുതൽ പരിശോധന നടത്തിയതിന്റെ ഫലമായിട്ട് ദീപാകർ മാജിയുടെ മൃതദേഹം അവിടെ കണ്ടെത്തുകയുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും മരണകാരണം വ്യക്തമല്ലായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഏകദേശം പോലീസിന് വ്യക്തമായി ഇത് കൊലപാതകമാണ് എന്ന്. അന്യ നാട്ടുകാരനായിട്ട് പോലും പോലീസ് തന്റെ ഒരു പ്രവർത്തന മികവ് ഈ ഒരു കേസിൽ കാണിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അടുത്തുള്ള വീട്ടുകാരോടൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ സ്ഥിരമായ ഒരു യുവാവും യുവതിയും ദീപാകർ മാജിയുടെ വീട്ടിൽ വരാറുണ്ടെന്നും അവിടെ താമസിക്കാറുണ്ടെന്നുള്ള ഒരു അറിവ് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോൺ കോളൊക്കെ ട്രേസ് ചെയ്ത് അവരുടെ ലൊക്കേഷൻ ഒക്കെ ട്രേസ് ചെയ്തപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഇവർ ബംഗ്ലാദേശിലോട്ട് തന്നെ തിരിച്ചു പോയതായിട്ട് കാണിച്ചു. ഏകദേശം ഈ യുവാവും യുവതിയും ആയിരിക്കും കൊലപാതകം ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒട്ടും കാത്തു നിന്നില്ല, നേരെ ബംഗ്ലാദേശിലോട്ട് തന്നെ യാത്ര തിരിച്ചു. അവിടെ എത്തി അവിടെ നിന്ന് ഈ യുവാവിനെയും യുവതിയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായ ചോദ്യം ചെയ്യലുകളിലാണ് ഈ ഒരു വിവരം പോലീസ് മനസ്സിലാക്കുന്നതും ഈ രീതിയിലൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ യുവാവും യുവതിയും സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഒരു കൊലപാതകത്തിൽ ഈ യുവാവിനെയും യുവതിയെയും പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയുടെ നഗ്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെയായിരിക്കും ഈ ഒരു കൊലപാതകത്തിലേക്ക് ഈ യുവാവും യുവതിയും എത്തിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ യുവാവും യുവതിയും തങ്ങൾ ചെയ്ത ഈ കൊലപാതകം ആരും കണ്ടുപിടിക്കില്ല എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ നമ്മുടെ കേരള പോലീസ് അതും കണ്ടുപിടിച്ചിരിക്കുന്നു. കേരള പോലീസിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇതിലും മികവോടുകൂടി ഇനിയും നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരും എന്നുള്ള ഒറ്റ ഉറപ്പോട് കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.